നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി കഴിയുക. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇ ഡി സാധാരണ ചെയ്യാറുള്ള തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കഴിയുമോ എന്ന് കുറേ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കള്ളക്കേസിൽ കുടുക്കി, അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഡിസൈനാണ് നരേന്ദ്രമോദിയും കൂട്ടരും തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രം കണ്ടതല്ല. നേരത്തെ ബി ജെ പിക്കെതിരായി അതിശക്തമായി പ്രതിരോധിച്ചു നിന്ന ദേശീയ നേതാവായിരുന്നു കേജ്രിവാൾ. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇ ഡിയെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കള്ളക്കേസുണ്ടാക്കി ആ കള്ളക്കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇ ഡി കേസിൽ പെടുത്തിയിട്ടാണ് ജയിലിലടച്ചത്. ഇപ്പോഴും സുപ്രീം കോടതി പറഞ്ഞെന്താ? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അത് കള്ളക്കേസാണെന്ന്. അങ്ങനെ എങ്ങനെയാണോ ആം ആദ്മി പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി കേജ്രിവാളിനെ ജയിലിലടച്ചത്, സമാനമായ വിധത്തിൽ സി പി എമ്മിൻ്റെ പി ബി അംഗം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള സഖാവ് പിണറായിക്കെതിരായിട്ട് ഇ ഡിയെ ഉപയോഗിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ കുതന്ത്രമാണ്, ഡിസൈനാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ്. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നേരത്തെ തന്നെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ഇടതുപക്ഷം ബി ജെ പിയെ സഹായിക്കുന്നു, സി പി ഐ എം